ഹായ് ഫ്രണ്ട്സ്, ഐ ആം ഡോക്ടർ രാജേന്ദ്രൻ, CMO ദീപം ഹോസ്പിറ്റൽ. ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് മേജർ പ്രോബ്ലംസ് ഇൻ ലോ ബർത്ത് വെയ്റ്റ് ബേബീസ്, അതായത് ജന്മന തൂക്കക്കുറവുള്ള കുട്ടികൾക്ക് ഉണ്ടാകാവുന്ന പ്രോബ്ലംസ്. ഒന്നാമതായിട്ട് പെരിനേറ്റൽ അസ്ഫിക്സിയ കൊണ്ടുള്ള പ്രോബ്ലങ്ങളാണ്. രണ്ടാമതായിട്ട് ഹൈപ്പോതെർമിയ കൊണ്ടുള്ള പ്രോബ്ലംസ്. മൂന്നാമതായിട്ട് റെസ്പിറേറ്ററി പ്രോബ്ലംസ്. നാലാമതായിട്ട് ഇൻഫെക്ഷൻസ്. അഞ്ചാമതായിട്ട് മെറ്റബോളിക് പ്രോബ്ലംസ്. ആറാമതായിട്ട് ഫീഡിങ് പ്രോബ്ലംസ്. ഏഴാമതായിട്ട് ഈ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വളർച്ച വൈകല്യങ്ങൾ ഉണ്ടാകാൻ സാധ്യത കൂടുതലുണ്ട് ഈ കുട്ടികൾക്ക്. എട്ടാമതായിട്ട് കേൾവി പ്രോബ്ലംസ് ഈ കുട്ടികൾക്ക് വരാൻ സാധ്യതയുണ്ട്. അതുപോലെ കാഴ്ച പ്രോബ്ലംസ് ഈ കുട്ടികൾക്ക് വരാൻ സാധ്യതയുണ്ട്. ഈ പെരിനേറ്റൽ അസ്ഫിക്സിയയിലുള്ള പ്രോബ്ലംസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമതായിട്ട് ഓക്സിജൻ കുറവ് കൊണ്ടുള്ള പ്രോബ്ലംസ്. രണ്ടാമതായിട്ട് വൈറ്റൽ ഓർഗൻസിന് പെർഫ്യൂഷൻ, ഈ ബ്ലഡ് പെർഫ്യൂഷൻ കുറയുന്നത് കൊണ്ടുള്ള പ്രോബ്ലംസ്. മൂന്നാമതായിട്ട് അസിഡോസിസ് കൊണ്ടുള്ള പ്രോബ്ലംസ്. അടുത്തതായിട്ട് ഹൈപ്പോതെർമിയ കൊണ്ടുള്ള പ്രോബ്ലം. അപ്പോൾ ഇവിടെ ഹൈപ്പോതെർമിയ വരാനുള്ള 3 കാരണങ്ങളുണ്ട്. ഈ ഹൈപ്പോതെർമിയ വരികയാണെങ്കിൽ അത് എല്ലാ അവയവങ്ങളെയും ബാധിക്കാൻ സാധ്യതയുള്ള ഒരു പ്രശ്നമാണ്. അപ്പോൾ ഹൈപ്പോതെർമിയ വരാനുള്ള ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സർഫസ് ഏരിയ ടു ബോഡി വെയ്റ്റ് റേഷ്യോ ഹൈ ആയതുകൊണ്ടാണ് ഒരു കാര്യം. അതുപോലെ ലോ ഗ്ലൈക്കോജൻ സ്റ്റോറേജ്, അതും ഹൈപ്പോതെർമിയ വരാനുള്ള ഒരു കാരണം. അതുപോലെ ലോ സബ്ക്യൂട്ടേനിയസ് ഫാറ്റ്. അപ്പോൾ ഇതൊക്കെയാണ് ഹൈപ്പോതെർമിയ പെട്ടെന്ന് വരാനുള്ള കാരണങ്ങൾ. ഈ ഹൈപ്പോതെർമിയ വരാതിരിക്കാനായിട്ട് ഇതുപോലുള്ള ലോ ബർത്ത് വെയ്റ്റ് ബേബീസിനെ ശരിക്കും പൊതിഞ്ഞ് സൂക്ഷിക്കേണ്ടത് വളരെ ആവശ്യമാണ്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ഒരു ടോപ്പിക് ഉണ്ടായിരുന്നു, കങ്കാരു മദർ കെയർ, KMC കൊടുക്കുന്ന കങ്കാരു മദർ കെയർ കൊടുക്കുന്നതും ഇതുപോലുള്ള ഹൈപ്പോതെർമിയ വരാതെ നോക്കാൻ സഹായിക്കുന്ന ഘടകമാണ്. അപ്പോൾ അത് നമ്മൾ നേരത്തെ ഉള്ള ഒരു ടോപ്പിക് അതായിരുന്നു. അത് എൻ്റെ തന്നെ നേരത്തെ ഉള്ള ടോപ്പിക്കുകൾ നോക്കിയാൽ അതിൽ കങ്കാരു മദർ കെയറിനെ പറ്റി വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അടുത്തത് റെസ്പിറേറ്ററി പ്രോബ്ലംസ്. ഈ ലോ ബർത്ത് വെയ്റ്റ് ബേബീസിന് റെസ്പിറേറ്ററി പ്രോബ്ലംസ് വരാൻ സാധ്യതയുണ്ട്. പൾമണറി ഹെമറേജ് വരാൻ സാധ്യതയുണ്ട്, ന്യൂമോതൊറാക്സ് വരാൻ സാധ്യതയുണ്ട്, അതുപോലെ ന്യൂമോണിയ വരാൻ സാധ്യതയുണ്ട്. അതുപോലെ ഈ ലോ ബർത്ത് വെയ്റ്റ് ബേബീസിനുള്ള അടുത്ത പ്രോബ്ലം എന്ന് പറയുന്നത് ഈ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത. എന്ന് പറഞ്ഞാൽ ഈ ഈ കുട്ടികൾക്ക്, വെയിറ്റ് കുറഞ്ഞ കുട്ടികൾക്ക് ഇമ്മ്യൂണിറ്റി വളരെ കുറവായിരിക്കും. അപ്പോൾ അവർക്ക് ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതിന് ഏറ്റവും പ്രധാനം മിനിമം ഹാൻഡിലിങ് എന്ന് പറഞ്ഞാൽ കൊച്ചിനെ എപ്പോഴും വരണവരും പോണവരും ഒക്കെ മാറി മാറി എടുക്കുന്ന പരിപാടി വേണ്ട. ഒന്നുകിൽ അമ്മ അല്ലെങ്കിൽ ആരെങ്കിലും വേറെ ഒരാളും കൂടെ മാത്രമേ കുട്ടിയെ എടുക്കാവുള്ളൂ. ഈ എടുക്കുന്നവർ തന്നെ വളരെ ഹൈജീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈയൊക്കെ എപ്പോഴും കഴുകി ഒക്കെ വേണം കുട്ടിയെ എടുക്കാനായിട്ട്, സോപ്പിട്ട് കഴുകണം. വിസിറ്റേഴ്സിനെ കഴിവതും, ലോ ബർത്ത് വെയ്റ്റ് ബേബീസിനെ വിസിറ്റേഴ്സിനെ കഴിവതും അവോയ്ഡ് ചെയ്യുന്നത് നല്ലത്. അഥവാ വിസിറ്റേഴ്സ് വരികയാണെങ്കിൽ അവർ മാസ്ക് ഒക്കെ ധരിച്ചുകൊണ്ട് കുട്ടിയെ കഴിവതും എടുക്കാതെ നോക്കുക. അതുപോലെ പാലെടുക്കുന്ന പാത്രങ്ങൾ കഴിവതും തിളപ്പിച്ച്, അതുപോലെ സ്പൂണും ഒക്കെ തിളപ്പിച്ചിട്ട് പാലടയി തിളപ്പിച്ചിട്ട് ഉപയോഗിക്കുക. പകർച്ചവ്യാധികളുള്ളവർ യാതൊരു കാരണവശാലും ഈ മുറിയിൽ കയറാതിരിക്കുക. അടുത്തത് മെറ്റബോളിക് പ്രോബ്ലംസ് ആണ്. ഹൈപ്പോഗ്ലൈസീമിയ എന്ന് പറഞ്ഞാൽ ബ്ലഡിൽ ഷുഗർ കുറയുക. ഹൈപ്പോകാൽസീമിയ, ബ്ലഡിൽ കാൽഷ്യം കുറയുക. ഇതൊക്കെ ഈ ലോ ബർത്ത് വെയ്റ്റ് ബേബീസിന് വരാവുന്ന പ്രോബ്ലംസാണ്. അതുപോലെ ബ്ലഡിൽ ഉള്ള പ്രോബ്ലംസ്, ഹെമറ്റോളജിക്കൽ പ്രോബ്ലംസ് എന്ന് പറയുന്നത് പേഷ്യൻ്റ് വളരെ അനീമിക് ആയിരിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഹൈപ്പർ ബിലിറൂബിനീമിയ, കൂടുതൽ ബിലിറൂബിൻ വരാൻ സാധ്യതയുണ്ട്.
അടുത്തത് ഫീഡിങ് പ്രോബ്ലം. ഇവിടെ മുലപ്പാലാണ് ഒരേ ഒരു ആശ്രയം. പക്ഷേ മുലപ്പാൽ കുട്ടിക്ക് വലിച്ചു കുടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് പാത്രങ്ങളെല്ലാം തിളപ്പിച്ച് അല്ലെങ്കിൽ സ്പൂണും ഒക്കെ തിളപ്പിച്ച്, പിന്നെ അല്ലെങ്കിൽ നമുക്ക് പാലടൈ ഉപയോഗിക്കാം ഈ കുട്ടിക്ക് പാൽ കൊടുക്കാനായിട്ട്. അത് സ്പൂണ് പോലെയൊക്കെ തന്നെ ഇരിക്കുന്ന ഒരു സാധനമാണ് പാലട. ഇവിടെ ഏറ്റവും പ്രധാനമായിട്ട് ഇതെല്ലാം വളരെ സ്റ്റെറൈലായിരിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. വളരെ റെയറായിട്ട് നമുക്ക് ഈ ഗ്യാസ്ട്രിക് ട്യൂബ് ഉപയോഗിക്കേണ്ട ഒരു സിറ്റുവേഷനും വരാം. അതുപോലെ നേരത്തെ തന്നെ ഈ കുട്ടിയുടെ കേൾവിശക്തി പരിശോധിക്കേണ്ടത് വളരെ ആവശ്യമാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോ ബർത്ത് വെയ്റ്റ് ബേബീസിന് കേൾവി പ്രോബ്ലംസ് വരാൻ സാധ്യത ഉണ്ട്. അതുപോലെ തന്നെ കാഴ്ചശക്തി പരിശോധിക്കേണ്ടതും വളരെ ആവശ്യമാണ്. എന്ന് പറഞ്ഞാൽ ഈ ലോ ബർത്ത് വെയ്റ്റ് ബേബീസിന് കാഴ്ച പ്രോബ്ലംസ് ഭാവിയിൽ വരാൻ സാധ്യത ഉണ്ട്. അതുപോലെ തന്നെ ഈ വളർച്ച വൈകല്യങ്ങൾ വരാനും സാധ്യതയുണ്ട്. അപ്പോൾ അതെല്ലാം നേരത്തെ കുട്ടിയെ പരിശോധിക്കേണ്ടത് വളരെ ആവശ്യമാണ്. അപ്പോൾ പ്രോബ്ലംസ് ഓഫ് ലോ ബർത്ത് വെയ്റ്റ് ബേബീസിനെ പറ്റി ഇത്രയൊക്കെ പറയാനുള്ളൂ. അതെല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഈ വീഡിയോ ഒന്നിട്ട് കാണുക. കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു എങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.